ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റമളാൻ 4-ൻ്റെ വിശേഷമായിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബീഫ് കറി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു കുക്കർ എടുത്ത് അടുപ്പത്തൊക്കെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. എന്നതിന് ശേഷം ഉള്ളി ഇട്ടിട്ട് നന്നാക്കി വഴറ്റുക. ലേശം പാകത്തിന് ഉപ്പ് ഇട്ടതിന് ശേഷം ഈ കാണുന്ന രീതിയിൽ വഴണ്ട് കിട്ടണം കേട്ടോ. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി മിക്സിയിലടിച്ചത് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു തണ്ട് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് നന്നാക്കി ഇളക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ സാദാ മുളകും പൊടിയും കൂടി ഇട്ടിട്ട് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുക. അതിനുശേഷം കുരുമുളക് പൊടിയും ഇടാം. അത് നിങ്ങളുടെ ആവശ്യത്തിന് ഇടാം കേട്ടോ. ചിലർക്ക് കുരുമുളക് പൊടി അലർജീൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഞങ്ങൾക്ക് ഇവിടെ അലർജീൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഇട്ടത്. അപ്പം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് കുരുമുളക് ഇടാം. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച ബിരിയാണി മസാലയും കൂടി ഇട്ട് ശേഷം നന്നാക്കി ഇളക്കുക. അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഇളക്കിയതിന് ശേഷം 2 തക്കാളി അരിഞ്ഞതും കൂടി ചേർക്കുക. അതൊന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് കേക്ക് വൃത്തിയാക്കി വെച്ച ബീഫ് ഇതിലേക്ക് ഇടാം. അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ഗ്യാസിൻ്റെ മുകളിൽ നിന്ന് ഇളക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ താഴത്തേക്ക് ഇറക്കി വെച്ചിട്ടാണ് ഇളക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായി ഇളക്കിയതിന് ശേഷം അതിലേക്ക് പാകത്തിന് വെള്ളം പാർന്ന് കൊടുക്കുക. കറിക്കനുസരിച്ച് വെള്ളം പാരാമെന്നാണ് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ കറിയാണല്ലോ ഇഷ്ടം. ഞങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളത്തോട് കൂടിയിട്ടുള്ള നെയ്സ് പത്തിരിക്കുള്ള കറിയാണ്. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഈ ലെവലിൽ വെള്ളം പാരാട്ടോ. ബീഫിൻ്റെ ലെവലിൽ ഒറ്റപ്പൊടി വെള്ളം വേണ്ട എന്നുള്ളവർക്ക് കുറുകിയ മാതിരിയാണ് വേണ്ടതെന്നുള്ളവർക്ക് 1 കപ്പ് വെള്ളം മാത്രം പാർന്ന് കൊടുക്കുക കേട്ടോ. പാകത്തിന് ഉപ്പ് നോക്കുക, ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം 1 തണ്ട് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. വേവിക്കുക എന്ന് പറയുമ്പോൾ വിസിൽ ഓരോ ബീഫിനും കുക്കറിനും അനുസരിച്ചായിട്ടിരിക്കുക. എനിക്കിപ്പോൾ ഈ ബീഫിന് വന്നത് ഒരു 6-8 വിസിലാണ് വന്നത്. അപ്പോൾ തന്നെ നല്ല പാകമായിട്ട് വെന്തിക്കണം കേട്ടോ. അപ്പോൾ ഇത് വെന്തതിന് ശേഷം ഞാൻ തുറന്നപ്പം നല്ല പാകമാണ് കേട്ടോ. അല്ലെ ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ സോപ്പിട്ട് വെക്കുക. തുറന്നതിന് ശേഷം ഒരു 2 മിനിറ്റും തിളപ്പിക്കണം കേട്ടോ. തിളച്ചതിന് ശേഷം ചപ്പും പുതിനയും അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് തേങ്ങാപ്പാൽ വേണ്ടവർക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ലേശം തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. നെയ്സ് പത്തിരിയിലേക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുമ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. വേണ്ട എന്നുള്ളവർക്ക് ഒരു 2 മിനിറ്റ് ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കുക. അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ പിന്നെ നെയ്സ് പത്തിരിക്കുള്ള ഒക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ കുഴച്ചെടുത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പരുത്താണ്. ഞാനിങ്ങനെ പ്രസ്സിലിങ്ങനെ ഒരു കവർ വെച്ചിട്ടാണ് പരുത്തിട്ട്. അപ്പോൾ നന്നാക്കി ഇങ്ങോട്ട് പരത്തി കിട്ടും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലേശം കൊക്കുവടയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിന് വേണ്ടിയിട്ട് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കരിവേപ്പിൻ്റെ ഇലയും ചപ്പും പുതിനയും ഒക്കെ ഇട്ടിട്ട് അതിലേക്ക് കടലമാവും കൂടി ഇട്ടിട്ട് കുഴച്ച് വെച്ചതാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ഇടാം. പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി മുളകും പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ. പിന്നെ ഇതിന് മെയിനായിട്ട് വേണ്ടത് നമ്മൾ പൊടിച്ച് വെച്ച ബിരിയാണി മസാലൻ്റെ പൊടി ഉണ്ടല്ലോ, അതാണ് വേണ്ടത്. അത് ഇട്ടാലേ ഇതിൻ്റെ കുക്കോടൻ്റെ യഥാർത്ഥ ടേസ്റ്റ് ഇങ്ങോട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ അത് നമ്മൾ പാകത്തിന് ഇട്ടെടുക്കുക. പിന്നെ അതിന് ശേഷം ഉപ്പും ഇട്ട് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ വെള്ളം പറഞ്ഞിട്ട് ഇതുപോലെ കുഴച്ചിട്ട് അതിനൊരു പാകമുള്ളൊരു പരിവം ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ആ ഒരു പാകത്തിലാണ് അത് ചുട്ടെടുത്താൽ നല്ല മുരിഞ്ഞ കുക്കുവാടായിട്ട് കിട്ടുള്ളൂ. നമ്മൾ വെള്ളം കൂടിപ്പോയാൽ ഓയിൽ കണ്ടമാനം കുടിക്കുകയും ചെയ്യും. ആ ഒരു ക്രിസ്പിനെസ് കിട്ടില്ല. ഇങ്ങനെ സോഫ്റ്റായി കൊണ്ട് നിൽക്കും. ഈ ഒരു പാകത്തിലാണ് വെള്ളം പാർന്ന് കുഴക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ ഇട്ടാൽ ഓരോന്നും ഇങ്ങനെ വിൽക്കണം. ആ ഒരു ലെവലിലാണ് അത് കുഴച്ചെടുക്കേണ്ടത്. കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ ഓയിൽ ഫുള്ളും കുടിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് കോരി എടുക്കട്ടെ. ഇത് നല്ല ടേസ്റ്റുള്ള കുക്കുവാടാണ് കേട്ടോ. ഇനി ഇത് ഇതിൻ്റെ ക്രിസ്പിനെസ് ഞാൻ കഴിപ്പിച്ചു തരാം.
കണ്ടോ അത്ര ക്രിസ്പിൽ വരും കേട്ടോ അത്. അപ്പോൾ പിന്നെ കുറച്ച് പാത്രങ്ങളും ഉണ്ട്, അപ്പോൾ അതും കൂടി ഒന്ന് കഴുകി വെക്കാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പ്ലീസ്.